കുറച്ചു കാലം അകത്ത് കിടക്കട്ടാണല്ലോ ഏട്ടാ. നമ്മളിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചന്ദ്രന് ഇത്രയ്ക്ക് ബുദ്ധി വെച്ചോ? വാവ അവിടെ കിടന്നിട്ട് നിനക്കെന്ത് കിട്ടാനായി? വെറുതെ ഒന്നുമല്ലല്ലോ, പള്ളി ചെന്ന് കയറിയിട്ടല്ലേ. നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാണോ പള്ളി ചെന്ന് കയറിയത്? അല്ലെങ്കിൽ തന്നെ കക്കൂസി ഇപ്പോൾ ആരെങ്കിലും പള്ളി ചെന്ന് കയറുമോ? ഇനി ഞാൻ ആരും ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ അമ്പലത്തിലാണ് ഇങ്ങനെ കാക്കാമാർ കയറിയെങ്കിൽ നമ്മൾ സമ്മതിക്കോ? അത്ര അവരും ചെയ്തോളൂ. ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തകർക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അതെ, ബാവ രാവിലെ ഓടാൻ പോയപ്പോൾ പറ്റിയതല്ലേ. ഇങ്ങനെ മുൻവൈരാഗ്യം വെച്ച് കളിക്കരുത്. അല്ലേ തന്നെ അവന് ചന്ദ്രനെ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു, ഇനി നമ്മുടെ ആവശ്യം വരുന്നു. ആ ഇതൊന്നും അല്ല, വേറെ എന്തോ സംഭവം ഉണ്ട്. രാവിലെ എണിച്ചൊരു നടക്കാൻ പോക്കും പള്ളിയിലെടുക്കത്തുമ്പോഴും രണ്ടിന് പോക്കും എന്റെ നല്ലതായിട്ട് എനക്കൊന്നും അത്ര പിടിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മളറിയാതെ മോളിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തായിരിക്കും ഇത്. അതിനെന്ത് ചെയ്യുന്നതാണ്? കക്കൂസിക്കാർ സഹായിച്ചേനോ? അതിന് നീ മോളിന്ന് ഓർഡർ വേണം. നിന്നെ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അന്നത്തെ ഓപ്പറേഷൻ പൊളിഞ്ഞതാണെങ്കിലോ? പിന്നെ കക്കൂസിനകത്തല്ലേ ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ? മൂലക്കുരുവിൻ്റെ ഒന്നും ഉണ്ടായിരുന്നല്ല. നല്ലേട്ടാ, ചേട്ടന് മാവയുടെ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വഴി നോക്കാനാണ്. എന്നാൽ നീ പോയി വേറെ വഴി നോക്കടാ. തോന്നിയ ദിവസം കാണിച്ചിട്ട് മറ്റോടത്തിലെ വർത്തനം പറഞ്ഞു കൊണ്ടുവന്നു. നല്ലേട്ടാ, നിന്റെ കീഴെ വിട്ടുകാരാണ് നീ പറയാൻ ഇറക്കി കൊണ്ടുവരാൻ. അവൻ കുറച്ച് ദിവസം കിടക്കട്ടെ. അതെ, നമ്മുടെ ഇടയിൽ ഒരു ബഹളം വേണ്ട. ചന്ദ്രൻ പറയുന്ന പോലെ വാവയ്ക്ക് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ്. അവൻ ചെയ്തത് പലതും ശരിയുമല്ല. രാജേന്ദ്രൻ ചേട്ടൻ എന്നെ ഒന്ന് കണ്ടിരുന്നു, അവൻ്റെ അച്ഛൻ. നമുക്കെല്ലാം നോക്കണ്ടേ? മാത്രമല്ല, വാവ ഇപ്പം അകത്ത് കിടക്കുന്നത് നമുക്ക് നാണക്കേടുവാണ്. വാവയെ അവർ പിടിച്ചകത്താക്കി എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് അവനെ ഇറക്കിയേ പറ്റൂ. മാത്രമല്ല, വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണു വേണം. ചന്ദ്ര, ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ജയ് ഭാരത്. ആ, നാളിനായിരുന്നോ? അകത്ത് നിന്നപ്പോ വർത്തമാനം കേട്ടു. എന്താ സംഭവം? ഒന്നുമില്ല തിരുവേനി, കാലമൊക്കെ മാറിയവരല്ലേ, എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണമല്ലോ. നല്ല കഥയായി. നിങ്ങൾ ഭഗവാനെ നോക്കുവോ അതോ ഭഗവാൻ നിങ്ങളെ നോക്കുവോ? നേരം കുറച്ചായില്ല തിരുമേനി. കുട്ടികളൊക്കെ തിരുമേനിയും കാത്ത് വീട്ടിലിരിപ്പായിരിക്കും. തിരുമേനി കേട്ടോ, മഴ വരുന്നുണ്ട്. വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ലേ തിരുവേനി. ഈ പുറത്തെ താക്കോല് ഉണ്ണിപ്പിള്ളയുടെ ഉണ്ട്. അതെ, ഉണ്ണിപ്പിള്ളയുടെ നിന്ന് താക്കോല് മേടിച്ചിട്ട് കൂത്തമ്പലത്തിലോ ഷെഡിലോ കിടക്കണം. എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണം. ഇപ്പം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എനിക്ക് ചിലരത്ര വിശ്വാസം പോലെ. കയറിക്കോ. പോട്ടെ. കേറി വേണം. അതെ, സാധനം ഇരിപ്പുണ്ടാ? എന്ത് എടാ, അടിക്കാണ്ട് ശരിയാവില്ല. പിന്നെ അമ്പലത്തിന്റെ അതല്ല സാധനം, ഇവിടെ നടക്കണം. റുബീന, വരുന്നു. കുഞ്ഞോളുടെ വീട്ടിൽ പോയി കുറച്ച് പഞ്ചസാര വാങ്ങിച്ചോണ്ടോ. കവലയിൽ ഒറ്റ കടയില്ല. എവിടേക്കാ? കുഞ്ഞോടെ വീട്ടില് പഞ്ചസാര മേടിക്കാൻ. വേണ്ട, പോണ്ട. പാപ്പ, ഹർത്താലാണ്, കടയൊന്നുമില്ല. വേണ്ട, പോണ്ട. നിങ്ങൾക്ക് കട്ടനിടാനാ? പഞ്ചാരയില്ല, ചായ കുടിക്കാം. അങ്ങോട്ട് പോണ്ട, അത് ശരിയാവില്ല. അതെന്താ? എനിക്കറിയാൻ പാടില്ലേ, പോണ്ട. പ്ലീസ്, കട അടച്ചിട്ടില്ല, അടുപ്പിക്കട്ടെ. വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട, മുജീബ് വരട്ടെ. ഓഫ്, ഒരാഴ്ചയായി വീട്ടിൽ കിടന്നുറങ്ങിയിട്ട്. ഇനി മതിയാക്കായത്. എടാ, ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തം കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. എടാ, നീ ഒരു കാര്യം ചെയ്യടാ ദേവാ. ചേട്ടൻ പറഞ്ഞാൽ ശരി, എൻ്റെ ഒരു പോസ്റ്റ് ഇടും. അപ്പൊ അവനൊരു മൂപ്പ് കൂടും. ഉടനെ തന്നെ ഞാൻ കയറി തന്ത കുളിച്ചോളാം. എടാ ചന്ദ്ര, നീ ഇല്ലടാ ഗ്രൂപ്പില്? ഉടനെ തന്നെ നീയും വിളിച്ചോണ്ട് കേട്ടോ തന്തക്ക്. അല്ലെങ്കിൽ എല്ലാരും കൂടി നമുക്കിട്ട് പൊങ്കാലിടും. നീ ഒന്ന് ചുമ്മാരി. ഇവിടെ ഒരുത്തൻ എന്നോട് ഭയങ്കര സ്നേഹം. ഏത് ഗ്രൂപ്പിൽ? മാതാജി ഗ്രൂപ്പിൽ. കണ്ടോ, ഫുക്ക് യുവർ മോദർ ബസ്റ്റാർഡ് എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട്. ഞാനും കൊടുത്തൊരു ലൈക്ക്. എടാ മണ്ട, അവൻ നിന്റെ തള്ളക്ക് വിളിച്ചാണ്. എന്റെ ചന്ദ്ര, എന്താ അത്?
വെറുതെ വെറുതെ ഇത് കുഴപ്പാവൂട്ടാ. എടാ ഇത് ബോംബാന്ന് തോന്നുന്നു. എടാ നീ ബോംബ് നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇതാണോ ബോംബ്? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അത് തന്നെ കേട്ടാ. പല ടൈപ്പ് സാധനം ഉണ്ട് ഇത്. ആരെങ്കിലും ഒന്ന് വിളിച്ചു നിങ്ങള്? അതെ, കുറച്ചിറങ്ങി നോട്ടാ നിങ്ങള്. ചിലപ്പോ പൊട്ടിത്തെറിക്കും. ആ ഹലോ. ബോംബോ? എന്തിരിവാടത്? നിനക്ക് ആ റോയിൽ നിന്ന് മേടിച്ചാ പോരെന്നാ? ദേ റോയിൽ തന്നെ മേടിച്ച. പിന്നെന്തോ രുചിക്കുറവും ഒടുക്കത്തരും. നീ അടുത്ത് പോയി കുഴിച്ചേ. വണ്ടി വരുന്നത് വിട്ടോളാ. സാധനം മാറ്റണം. വേഗം മാറ്റി, വേഗം മാറ്റുന്നു. മാറിയല്ലേ? ആരടാ ബോംബുണ്ടോ? അതിലെന്താണെന്ന് അറിയാൻ പാടില്ല സാറേ, അതാണ്. സാറിന് വിഷയങ്ങളൊക്കെ അറിയാലോ. അല്ല സാറേ, ഇനി ചിലപ്പോൾ മനഃപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയി നശിപ്പിച്ച് ഇറങ്ങുമല്ലേ? എന്തോന്ന് കണ്ടോണ്ടിരിക്കുന്നത്? കണ്ടല്ലോ എല്ലാരും. അങ്ങോട്ട് മാറിക്ക്. എല്ലാരും വീട്ടിൽ പോ. സമാധാനമല്ലോ. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ ഓമന മാമാജി രാജേന്ദ്ര ചേട്ടൻ പൊന്നുമകൻ കള്ളക്കേസിലകത്താണ്. ജയിലിൽ നിന്നു കിടപ്പാണ്. മാമാജയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ഉറങ്ങില്ല. ജയിലിൽ അടച്ചിട്ട് വിരസി നടക്കും ചട്ടകളെ പിന്നെ കണ്ടോളാം. പിന്നെ കണ്ടോളാം. ജയിലിൽ അടച്ചിട്ട് വിരസി നടക്കും ചട്ടകളെ പിന്നെ കണ്ടോളാം. നമസ്തേ പ്രിയരെ. പ്രകടനം നടത്തിയില്ലെങ്കിലും വാവ പുറത്തിറങ്ങും. അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കരുത്ത് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകടനം. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ എന്നും തോറ്റുകൊണ്ടേയിരിക്കും. വാവ നാളെ റിമാൻഡിൽ നിന്നിറങ്ങും. ജയിലിൽ കയറിയ വാവ പുറത്തിറങ്ങുന്നത് പഴയ വാവയായിട്ടല്ല. സംഘടനയ്ക്ക് വേണ്ടി ശത്രുവിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഭേദിച്ചവനാണവൻ. ഇനി മുതൽ വാവ നമ്മുടെ സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകരായിരിക്കും. സംഘടനയുടെ ആഗ്നേയ അസ്ത്രമാണവൻ. ആഗ്നേയ അസ്ത്രമാണ്. ജയ് ഭാരത്. बोलो राजेश नागी शैलेंद्र कुमार बाबा जी की. बोलो राजेश नागी शैलेंद्र कुमार बाबा जी की. जय जय केजी. जय जय केजी. ഇപ്പൊ ഇറങ്ങായിരിക്കും. बोलो बाबा जी की. बोलो बाबा जी की. बोलो बाबा जी की. बोलो राष्ट्र स्नेही बाबा जी की. बाबा जी की. जय भारत. जय भारत. जय भारत. जय भारत. जय भारत. കേറ്റി വണ്ടി കേറ്റി. ജയ് ഭാരത്. ജയ് ഭാരത്. ജയ് ഭാരത്. നല്ലട്ടാ, ഞാൻ ബസ്സിൽ വന്നോളാം. ഇതൊന്നും വേണ്ട. ബാബാജിയാ അതാരി. ജയ് ജയ് ബാബാജി. ബാബാജി की. ബാബാജി की.
അവരിറക്കിട്ട് മുന്നോട്ട് പോകാൻ വണ്ടി ചെറുക്കനെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ KGPയുടെ ആശയും ആവേശവുമായ വ്യക്തിജീവിതത്തിൽ നേരിന്റെയും നെറിവിന്റെയും പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ വാവയെ എതിരാളികൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലിനെ തറവാട് പോലെ കാണുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ് KGP. ഈ അവസരത്തിൽ ഈ ധീരനായ നായകനെ, നമ്മുടെ സ്വന്തം വാവയെ അനുമോദിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിനും ആശംസകൾ അർപ്പിക്കുന്നതിനും KGPയുടെ പൂജ്യനായ സമാരാധ്യനായ ജില്ലാ പ്രസിഡന്റ് മോഹൻജിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ജയ് ഭാരത്. ഹാരാർപ്പണം, ഹാരാർപ്പണം. ജയ് ജയ് ബാബാജി. നമസ്തേ, നമസ്തേ. ജയ് KGP. ജയ് KGP. ജയ് മോഹൻജി. ജയ് ബാബാജി. ജയ് ജയ് KGP. बोलो KGP की. പൂജനീയ മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, അന്യമതസ്ഥരായ സഹോദരങ്ങൾ, ഇതൊരു സംഭവമായി ഞാൻ കാണുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കേണ്ടതായിരുന്നു. വാവയല്ലെങ്കിൽ മറ്റൊരാൾ. നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? പിറന്ന നാട്ടിൽ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പോരാടുന്നവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. വാവയെക്കുറിച്ച് ഞാൻ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ധീരനാണ് ഈ യുവാവ്. ആർഷഭാരത രക്തം സിരകളിൽ പേറുന്ന പോരാളിയാണ് ഈ വാവ. കടന്നുപോയ കാലത്തെ മുൾവഴികളെ കുറിച്ചല്ല വാവയെ ആലോചിക്കുന്നത്. ഞാൻ ഈ പോരാളിയെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത്? അദ്ദേഹത്തെ ഓർത്ത് ഞാനും പ്രസ്ഥാനവും അഭിമാനം കൊള്ളുകയാണ്. ഈ ധീരനെ KGPയുടെ സൂര്യശോഭയാർന്ന വിളക്കായി ഞാൻ പ്രഖ്യാപിക്കും. ആർക്കെങ്കിലും വാവയെ ഇല്ലാതാക്കണമെന്ന മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും, നാളെ വാവ ബലിദാനിയായി ഈ മണ്ണിൽ മരിച്ചു വീണാൽ 1000 വാവമാർ ആ രക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. ജയ് KGP. ജയ് KGP. ജയ് KGP. നീ ചോറെടുത്ത് കഴിക്കും മോനെ. നിന്നെ എല്ലാവർക്കും അറിയാലോ, ആരും ഒന്നും ചെയ്യില്ല. എടുത്ത് കഴിക്കാട്ടാ. ഇവക്ക് വന്ന കൂട്ടര് പോയി. അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഇനിയൊരു കൂട്ടര് വരാനുണ്ട്. എന്താവോ എന്തോ. നിനക്ക് തൂറാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലല്ലോടാ. അവര് പോണെങ്കിൽ പോട്ടെ, ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ, നീ പള്ളി പൊളിക്കാൻ കയറിയെന്ന്. എന്റെ പേടി അതല്ല. നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് എങ്ങും പോകണ്ട. പിന്നെ നമ്മളോടിപ്പം സൈനുത്തയുടെ വീട്ടുകാരും മിണ്ടൂല. അവര് മിണ്ടത്തിലേക്ക് മിണ്ടണ്ട. നാട്ടുകാരെ പറയുന്നത് പോലെ നിനക്ക് പള്ളിയോട് ദേഷ്യമൊന്നും അല്ല. വലിയ നേതാക്കന്മാരും നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പ്രേമുള്ളവരെ, എനിക്ക് പ്രസംഗിച്ചുള്ള ശീലമില്ല. അനൗൺസ് ചെയ്താണ് ശീലം. അതുപോലെയല്ലല്ലോ പ്രസംഗം. സത്യമായിട്ടും എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു ആ പള്ളിയിലെ സംഭവം. കുറച്ച് പേർക്കെങ്കിലും അത് അറിയാവുന്നതാണ്. അല്ലാതെ ഒരു കാര്യത്തിലും അങ്ങനെ തീവ്രമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ വിശ്വാസം എനിക്ക് പ്രധാനമാണ്. അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. എന്നുവെച്ച് എൻ്റെ മാത്രമല്ലല്ലോ, മറ്റു മതക്കാരുടെയും വിശ്വാസികളുടെയും
ഒക്കെ രാജ്യമാണത്. എനിക്കുള്ള അതേ അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കുടുംബം എൻ്റെ ചുമലിലാണ്. ഒരു പെങ്ങളാണുള്ളത്. അവളുടെ വിവാഹാലോചന ഇത് കാരണം മുടങ്ങി. ഇതിൻ്റെ പേരിൽ എന്നെ ഒരു പോരാളിയാക്കരുത്, തീവ്രവാദിയാക്കരുത്. എൻ്റെ പെങ്ങൾക്കും എന്നെ ആലോചനകൾ ഇനി മുടങ്ങരുത്. എല്ലാവരും പോലെ എനിക്കും ജീവിക്കണം. പലരും ഇപ്പം എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ ഓട്ടോയിൽ കയറുന്നില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഞാനൊരു പാവ മനുഷ്യനാണ്. ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. നിർത്തുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, പൂജ്യ ബാവാജി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും മുനകളൊളിപ്പിച്ചതുമായ ഒരു പ്രസംഗമായിരുന്നു അത്. നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി ആവില്ല. അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ സംഘടനാ സ്നേഹി, ആത്മബോധമുള്ള ഒരു സമുദായ സ്നേഹി, ആത്മനിയന്ത്രണമുള്ള ഒരു പോരാളി വെറും കവലച്ചട്ടമ്പികൾ പറയുന്നത് പോലെ അവർ പറയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് പറ്റിയത് ഒരബദ്ധമായിരുന്നു. എന്നെ പള്ളിയിൽ വെച്ച് കണ്ടത്, എന്നെ പള്ളിയിൽ വെച്ച് പിടിച്ചത് അതെന്റെ ഒരബദ്ധമായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ മറുഭാഗം? ഇനി അബദ്ധം പറ്റില്ലെന്നാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ ഇനിയൊരബദ്ധം പറ്റില്ല. പിന്നെ പറഞ്ഞതെന്താണ്? ഞാൻ തീവ്ര നിലപാടുള്ളയാളല്ല. അതായത് വേണ്ടി വന്നാൽ തീവ്ര നിലപാടുകൾ എടുക്കും എന്നാണ്. നിങ്ങൾക്കത് താങ്ങാനാകില്ല എന്നാണ്. പിന്നെയോ, ഇതെന്റെ നാടാണ്. എനിക്കുള്ളതുപോലെ അവകാശം മറ്റുള്ളവർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മറുവശമുണ്ട്. എൻ്റെ അത്ര അവകാശമേ നിങ്ങൾക്കും ഇവിടെയുള്ളൂ. അതിനപ്പുറം കടക്കേണ്ട എന്നാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്നോട് കാണിക്കുന്നത്, എന്നോട് മിണ്ടാത്തത്, എൻ്റെ വണ്ടിയിൽ കയറാത്തത്, എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരെ സങ്കടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുമെന്നല്ല, ബലിദാനിയാകുമെന്നും അല്ലെങ്കിൽ ചാവേറാകണമെങ്കിൽ ചാവേറാകുമെന്നുമാണ്.